ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു ഉടനെ അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ട് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇന്നൊരു ചിറ്റായിട്ട് ഒരു വ്ളോഗ് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് വീഡിയോസ് എല്ലാം കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന് ശേഷം കുറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടിയിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് പറയാന്ന് വിചാരിച്ചു. കാരണം ഇനിയും അല്ലേനും കൂടി ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണ്ടല്ലോ. അതെല്ലാം കൂടിയിട്ട് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നിങ്ങളോട് പറയാന്ന് വിചാരിച്ച്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റിലത്തത് എന്താന്ന് എതിർക്കാൻ നമ്മളെ ആനിവേഴ്സറിക്ക് മുമ്പ് മുഫീദ് പോയത് പറയാം നമുക്ക് ഫസ്റ്റില്. അപ്പൊ നമ്മള് ചടങ്ങിന് വേണ്ടിട്ട് ഉപ്പ വന്നത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ വരുന്ന വീഡിയോ ഉപ്പ വന്നു. നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെഡിങ് ആനിവേഴ്സറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പൊ ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ അന്ന് നൈറ്റാണ് മുഫീദ് പോകുന്നുണ്ടായത്. അന്നല്ല 28-ാം തീയതി വെളുപ്പിനാണ് ഫ്ലൈറ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് പോയി. പിന്നെ എന്താന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല, അന്ന് എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 28 ബേബീന്റെ നാപ്പോളി കഴിഞ്ഞ വാടകയുടെ പിറ്റേന്ന് തന്നെയാണ് പോകുന്നതും. ആ ഒരു ടെൻഷനും. എന്നാലും ഉപ്പ പറയുന്നുണ്ടായിട്ടാ, എന്നെ പ്രസവിച്ചിട്ട് ഇതേപോലെ 40 പൊളി കഴിഞ്ഞ വാടാന്ന് ഉപ്പ പോയിന്. അപ്പൊ ആ ഒരു ഇതന്നെ മുഫീദിനും ആയി നേരം ഉപ്പിങ്ങനെ പറയുന്നുണ്ടായിന്. അതേപോലെ തന്നെ ആയിപ്പോയി. ഓനെ അതേ പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് ഓൻ പോയതിനു ശേഷം വലിയ പരിപാടി ആക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഞാൻ പോയിട്ടാകുമ്പോ വലിയ ഗ്രാൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓന്റെ ബേബീന്റെ പ്രോഗ്രാം ഓനില്ലാണ്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഗ്രാൻഡ് ആയാലും ചെറുതായാലും ഓനും കൂടി ഇൻക്ലൂഡ് ആവുമ്പല്ലോ ഒരു സന്തോഷം. ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞേ? അന്ന് മുനീർക്കയും ഉപ്പയും മസീഫും മാത്രാട്ടോ ഓനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായി. ഇവരാരും വന്നിട്ടില്ല. എന്താന്ന് വെച്ചാല് പുലർച്ചെയാണല്ലോ. ആ സമയത്ത് നെസു നല്ല ഉറക്കാന്ന്, മർസി നല്ല ഉറക്കാന്ന്. അതിന്റെ തലേന്ന് നമ്മള് വെഡിങ് ആനിവേഴ്സറിന്റെ പരിപാടിയെല്ലാം ആയിട്ട് ക്ഷീണത്തിലെല്ലാം ഉണ്ടായി എല്ലാരും. അതന്നെ. അപ്പൊ അങ്ങനെല്ലാം ആയോണ്ട് പിന്നെ നമ്മള് പെണ്ണുങ്ങൾ ആരും പോയിട്ടില്ല, ആണുങ്ങള് മാത്രമാണ് അന്ന് പോയിട്ടുണ്ടായത്. ഞാനും ഇവിടെ മാത്രം പോയിട്ട് വന്നു. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പോകുമ്പോലെ അല്ല കേട്ടാ, ഇപ്പൊ ഒരു കുഞ്ഞിയും കൂടി ആയി പോകുന്നത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട് അതിനാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ലൗല ആപ്പിന്റെ ആൽഫ ബേബി സ്ട്രോളർ ആണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഈ സ്ട്രോളറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ 3 കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് കംഫർട്ടബിൾ ആണെങ്കിൽ കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ സ്ട്രോളർ യൂസ് ചെയ്യുമ്പോൾ നല്ല കൺവീനിയന്റും കൂടി ആയിരിക്കണം. അപ്പൊ ഇത് 3 നന്നായിട്ട് സ്കോർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ലൗല ആപ്പിന്റെ ആൽഫ ബേബി സ്ട്രോളർ കേട്ടോ. ഈ ഒരു സ്ട്രോളറിന്റെ കുഷൻ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ കാനബി അഡ്ജസ്റ്റബിളും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുമാണ്. കാരണം നമ്മളെ കുട്ടികളൊക്കെ കൂട്ടി പുറത്തൊക്കെ പോകുന്ന സമയത്ത് വെയിലുള്ളാതിരിക്കാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇതിന്റെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് വരുന്നത് മൾട്ടി പൊസിഷൻ സീറ്റ് റിക്ലൈൻ ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മുടെ കുട്ടികളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് സീറ്റിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി പറ്റും. അതായത് സിറ്റിംഗ് പൊസിഷൻ, റിലാക്സിങ് പൊസിഷൻ, അതുപോലെ സ്ലീപ്പിംഗ് പൊസിഷൻ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ. നമുക്ക് ഈ ബാക്കിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് സ്ലൈഡ് ചെയ്താൽ മതി. ബാക്ക് റെസ്റ്റ് പോലെ തന്നെ കുട്ടികളുടെ ഫുട്ട് റെസ്റ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇതിന്റെ താഴെ നമുക്ക് വൈഡ് ഫുട്ട് റെസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ബിഗ് വീൽ ബേസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. 360 ഡിഗ്രി സിവൽ ഫ്രണ്ട് വീലാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്ട്രോളറിൽ സസ്പെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ കുലുക്കും കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് അറിയുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ ബാർ റിവേഴ്സൽ ഹാൻഡിൽ ബാർ ആണ്. ബേബിനെ നമ്മുടെ ഫേസ് ആക്കി യൂസ് ചെയ്യാം. അതുമാത്രമല്ല 5 പോയിന്റ് സേഫ്റ്റി ബെൽറ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2 ടൈപ്പ് ലുക്കിംഗ് വിൻഡോ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഒന്ന് നമ്മൾ ഈ മുകളിലും അതുപോലെ തന്നെ ഒന്ന് ബാക്കിലും. പിന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നിവർത്താനും ഇത് ഈസി ആണ് കേട്ടോ. ജസ്റ്റ് ഈ 2 ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും നിവർത്താനും പറ്റും. ഇവിടെ താഴെ സ്റ്റോറേജ് ബാസ്ക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികളുടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങളും ഇതേപോലെ നല്ലൊരു സ്ട്രോളർ നോക്കുകയാണെങ്കിൽ അതിന്റെ കൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രോളർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ആ താഴെ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെന്താ അതിനുശേഷം എന്താ തീർക്കാനുണ്ടായത്? അതിനുശേഷം പിന്നെ നമ്മുടെ ആനിവേഴ്സറിക്ക് ഉപ്പ ഉണ്ടായത് വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉപ്പ അങ്ങനെ ഒരു പ്രോഗ്രാമിനോ ഒന്നിനോ നമ്മളവിടെ ഒരു ഫംഗ്ഷനോ ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് മറ്റേ നാപ്പോളിന്റെ പരിപാടിക്ക് വന്നോണ്ട് ഇതും കൂടി കിട്ടി. അതന്നെ, ഒരു പിടിക്ക് 2 പക്ഷി.
അങ്ങനെയായി കേട്ടാ. പിന്നെന്താ നദീർക്കുണ്ടായത്? പിന്നെന്താ എന്റെ ഉപ്പ പോയത്? പിന്നെ ഉപ്പ വന്നു. തിരിച്ചു പോയേട്ടാ. ഉപ്പ തിരിച്ചു പോയതിന് ശേഷമാണ് നമ്മള് ശരിക്കും പറഞ്ഞ ഉപ്പ വരുന്നതും പിന്നെ ഇതിന്റെ നാപ്പുളിന്റെ പരിപാടി. ഉപ്പ പോന്നതിന് മുമ്പേ ഇട്ടിട്ടില്ലേ ഉപ്പ വരുന്ന വീഡിയോ? ഇട്ടില്ല, ഓർമ്മയില്ല. കറക്റ്റ് ഒരു മാസം. അന്നേരം ഉപ്പ പറഞ്ഞത് ഉപ്പ വന്നിട്ട് ആദ്യത്തെ തിരിച്ചു പോകാനായി, എന്നിട്ട് നിങ്ങ ഇട്ടിട്ടില്ല അതല്ല ഇതിങ്ങനെ പറയുന്നുണ്ടായിന്. പിന്നെന്താ നമ്മള് ഉപ്പ പോയി, ഉപ്പ 2 ആഴ്ചത്തെ ആ ഒരു ഇതിന് തന്നെയല്ലേ വന്നിട്ടുണ്ടായത്, ഫംഗ്ഷന് മെയിനായിട്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച പോയതല്ലേ. പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു ബേബിനോട് ഉപ്പ അപ്പൊ ഇൻഷാല്ല ജൂണില് വരും തന്നെ ഇങ്ങനെ പറയുന്നത്. ഉപ്പ പറഞ്ഞ തവക്കലത്ത് വരല്ലാന്ന് പറയുന്നുണ്ട്. ജൂണിലാണ് സാധാരണ വരുത്തല്ലേ, ജൂൺ ജൂലൈ പ്രളയത്തിന്റെ സമയം പണ്ട്. ഇപ്പം പ്രളയമൊന്നും ഇല്ലല്ലോ. പണ്ട് എപ്പോ അങ്ങനെ 2-3 കൊല്ലം ഇങ്ങനെ അടുപ്പിച്ചിട്ട് പ്രളയം പോലെ ഉണ്ടായിട്ടില്ലേ. ഏകദേശം നമ്മള് പറയല പ്രളയം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇങ്ങനെ വരുന്നത്, അങ്ങനെ അറിയാലോ അത്. അപ്പം ഉപ്പ വന്ന് അലക്കൈന അൽഹംദുലില്ലാ ഉപ്പ പോവുകയും ചെയ്തു. ഉപ്പ പോയിട്ട് ഇപ്പൊ ഏകദേശം 1 മാസം ആവാനായി. ആ സമയത്താണ് നമ്മളെല്ലാ വീഡിയോസും നമ്മളെല്ലാ വീഡിയോസും. ഒന്നാന്ന് വെച്ചാല് ആ ഒരു ഡിലേ വന്നിട്ട് എന്താ പറയാ, ഫസ്റ്റത്തെ വീഡിയോ ഇടാണ്ട് പിന്നെ നമുക്ക് സെക്കൻഡും തേർഡും അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പൊ ആ ഒരു ഇത് കൊണ്ടാണ് മൊത്തത്തിൽ ഡിലേ ആയി പോയത്. അപ്പൊ ഇനി അങ്ങനെ ഡിലേ ഒന്നും ആക്കൂലല്ലേ, നല്ല ഡിലേ ആയി പോയിന്. കാരണം വെച്ചാല് 1 ആഴ്ചയും 2 ആഴ്ച ഒന്നുമല്ല, 1 മാസത്തിന്റെ ഗ്യാപ്പ് നമുക്ക് വന്നുപോയി. ഒരാള് ഭയങ്കര ഇടങ്ങാറാണ്, വീഡിയോ എടുക്കാൻ പിടിയേച്ചില്ല. ഇൻട്രോ തന്നെ എന്താ പറയാ, കൊറേ 10-20 പ്രാവശ്യമാണ്. 10-20 പ്രാവശ്യം ഞാൻ എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മളെന്താ പറയുന്നത് അതന്നെ എക്കോ അടിക്കുന്ന പോലെ ഇങ്ങനെ എന്റെ കലമ്പലം കിട്ടിയിട്ട് അവിടെ കിടക്കുന്നേ. അപ്പൊ നമ്മളെ മുഫീദ് പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ റുദ പോയിട്ടുണ്ടായിട്ടാ കോഴിക്കോടേക്ക്. ഏകദേശം ആള് റിട്ടേൺ ഇവിടത്തേക്ക് വരുത്തായിട്ടാ. നാളെയോ മറ്റന്നാളെ ആയിട്ട് റുദ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉപ്പാന്റെ അനിയന്റെ വീട്ടിൽ കൂടലും പിന്നെ അതുപോലെ തന്നെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനും അങ്ങനെയെല്ലാം ഉണ്ടായോണ്ട് റുദ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ബേബിക്ക് അൽഹംദുലില്ലാ 2.5 മാസമായി കേട്ടാ. ആള് അല്ലെങ്കിലും പിള്ളേർ അങ്ങനെ തന്നെ അല്ലേ, വേഗം അവരങ്ങ് വേഗം വളർന്നോളും. പിന്നെ നമ്മ വളരുന്നില്ല അല്ലേ, വളരുന്നുണ്ട്, പിന്നെ കൊടല വളരുന്നുണ്ടാവും. മക്കള് വേഗം വളരും. ഞാൻ എന്നെ നസ്ബേബിക്ക് ഉണ്ടല്ലോ 1 വയസ്സായിക്ക് ഞങ്ങക്ക് സങ്കടം വരുത്തുണ്ട്. ഇവളെന്തിനാ ഇങ്ങനെ വേഗം വളരുന്നത്? ഞാൻ എപ്പോ നോക്കി രതീർക്കാനോട് പറയല്ലോ ഇവളെന്തിനാ വേഗം വളരുന്നത്. ഫെബ്രുവരി 4 നമുക്ക് 3 വയസ്സായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വളരുന്ന പറയുമ്പോ നമുക്ക് എന്താ പറയാ, അവര് ആ ഒരു നോസ്റ്റല മിസ്സായി പോയി എന്നുള്ള ആ ഒരു ടെൻഷനായി. ഞാൻ ഈ പറയുന്നത് നമ്മളെ പുതിയ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വിചാരിക്കുന്നത്. നമ്മളെ ഓരോ മൊമെന്റും നമ്മൾ അത്രയും മിസ് ചെയ്യും ഓരോ ടൈമും. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. കാരണം വേണ്ടി കുറെ ഡിലേ വരുന്നതിന് മുമ്പേ നടന്ന സംഭവങ്ങളാട്ടെ ഇതൊക്കെ. അപ്പൊ ഇനി അതിനായിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നതിന് നല്ല ഒറ്റ ഇരിപ്പിന് തന്നെ നമുക്ക് ആ വിശേഷം മൊത്തം അങ്ങ് പറഞ്ഞ എല്ലാവർക്കും സംഭവം ഫുള്ള് ക്ലിയർ ചെയ്തത്. കാരണം ഇനി നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോ ഉപ്പാനെ മിന്നാന്ന് കണ്ടില്ലല്ലോ, പിന്നെ ഉപ്പ പോയി എന്താ മറ്റേത് അങ്ങനെയുള്ള ആ ഒരു കൺഫ്യൂഷൻ വരണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മള് ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്താന്ന് കേട്ടാ നിങ്ങൾക്ക്. ഇനി ഇൻഷാല്ലാ ഇനി അധികം ഡിലേ ആവാണ്ട് നമ്മള് മാക്സിമം എല്ലാ വീഡിയോ നമ്മള് വേഗം തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ, ഇൻഷാല്ലാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.